ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്ന് മുതൽ നമ്മുടെ വീട് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഹൗസ് ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 26 മുതൽ ഇവിടെ ഉത്സവമാണ്. ഒരു 8 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീട് മൊത്തം പെയിൻ്റ് അടിക്കുന്നത്. ഇവിടെ തെരുവിലെല്ലാ വീടും അധികവും ഉത്സവമൊക്കെ ആകുമ്പോഴാണ് പെയിൻ്റ് അടിക്കാറ്. അപ്പോൾ ഇപ്പോൾ കുറേ വീട്ടിലൊക്കെ പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൺഡേ, ഇന്ന് മുതലാണ് നമ്മളെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ തുടങ്ങുന്നത്. ഒരു 15 തീയതിയൊക്കെ ആകുമ്പോൾ കഴിയുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നീണ്ടു പോകാൻ സാധ്യത ഉണ്ട്. ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തെ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. 1-2 ദിവസത്തെ വീഡിയോ അല്ല, കുറച്ച് ദിവസത്തെ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ എന്താണ്, നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ മുമ്പേ ഉള്ള കുറച്ച് ക്ലിപ്സാണ്. പെയിൻ്റ് അടിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പേ തന്നെ പെയിൻറ്റും വാർണിഷും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പെയിൻ്റ് അടിക്കുക അധികവും ഫസ്റ്റ് ഡേ തന്നെ ഹോളിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോളിലുള്ള ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഫുള്ള് ചാക്കിലും പെട്ടിയിലൊക്കെ ആക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹാളിൽ ഒരു കോർണറിൽ ഇതുപോലെ ഗ്ലാസ് ഉണ്ട് കേട്ടോ. അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങളുള്ളത്. ഈ ആനയും തിടമ്പും പിന്നെ അച്ചാച്ചനായിട്ട് കുറേ സമ്മാനം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ നമ്മൾ തലേന്ന് തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ ഹാളിലും ഡൈനിങ് ഹാളിലും ആയിരുന്നു പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഹാളിൽ പെയിൻ്റ് അടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുറേ സോഫയും TV സ്റ്റാൻഡും ടീപ്പോയി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ഒഴിച്ച് എല്ലാം കൂടി നടുവിലേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ആയിട്ടിട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഡേ 2 പറഞ്ഞാൽ മെയിനായിട്ട് ഒരക്കലും വാർണിഷും ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് മേലെ കയറുന്ന ആ ഒരു ഭാഗത്ത് ആ പിടിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കുറച്ച് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മേലെ പോകുന്ന ഈ ഒരു കുഞ്ഞ് സ്പേസിലും അന്ന് തന്നെയാണ് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മേലെ ഒരു റൂമിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, പിന്നെ ഹാളിലും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു റൂമിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ ചെറിയൊരു ഇൻറ്റീരിയൽ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ വഴിയേ വരുന്നുണ്ട്. അങ്ങനെ ഡേ 3 മെയിനായിട്ട് അടുക്കളയും പിന്നെ മേലെ ഒരു അല്ലറ ചില്ലറ പണിയും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കള ഒഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡൈനിങ് ഹാളിൽ ആ ഒരു ടേബിളിൽ വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കള ഒരു കോട്ടടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കോട്ടും കൂടി അടിക്കണം കേട്ടോ. അങ്ങനെ 4ാമത്തെ ദിവസമായി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മേലത്തെ ഭാഗം ജസ്റ്റ് ഒരു കോട്ട അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അടുക്കള 2 കോട്ട അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഏരിയയും 2 കോട്ട അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുക്കളയും വർക്ക് ഏരിയയും പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയയിൽ ജനലിൻ്റെ അവിടെ ഉള്ള എന്തോ ഒരു കുഞ്ഞു പണിയേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ വർക്ക് ഏരിയൻ്റെ പണിയും കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഡേ 5 ആകുമ്പോഴത്തേക്കും സിറ്റ് ഔട്ടിൽ ഫുള്ള് ഒരു കോട്ട അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ കുഞ്ഞു കുഞ്ഞു പണി ഹോളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ മെയിനായിട്ടുള്ള ക്ലിപ്സ് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ താഴേക്ക് പോകുന്ന ഒരു പിടിക്കുന്ന സ്ഥലത്തൊക്കെ വാർണിഷ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ 6ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇവിടെ തേങ്ങ ഇടാനായിട്ടും ആൾ വന്നിട്ടുണ്ടായിരുന്നു. തേങ്ങയിടലും പെയിൻ്റ് വ്ളോഗും ഒരു ബന്ധമില്ല എന്നറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ആഡ് ചെയ്തതാണ് കേട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ തന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കറണ്ട് രാവിലെ പോയതായിരുന്നു കേട്ടോ. പിന്നെ 11:30 ആകുമ്പോഴാണ് വന്നത്. പുലർച്ചയ്ക്ക് എങ്ങാനും പോയതാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് വർക്കേരിയയിൽ ഗ്ലിറ്റ്സിൽ ബ്ലാക്ക് അടിച്ചതാണ് കേട്ടോ. പിന്നെ എന്നായിരുന്നു താഴെയുള്ള റൂമിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. താഴെയുള്ള ഒരു റൂമിലും പൂജാമുറിയിലും പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്ന് അടിച്ചു. അങ്ങനെ നമ്മൾ പെയിൻ്റ് അടി തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസം ആകുമ്പോഴായിരുന്നു ഡൈനിങ് ഹാളിലുള്ള ചെയറിനൊക്കെ വാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വാർണിഷ് ചെയ്തതിന് ശേഷം കാണാൻ. അപ്പം എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും അതും മറക്കാതെ കാണണം. അപ്പം ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇവിടെ കൊലായിൽ തിണയിൽ വാർണിഷ് ചെയ്യാനായിട്ട് ഉരച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ 6ാമത്തെ ദിവസമായിരുന്നു നമ്മുടെ റൂമിൻ്റെ ഇൻറ്റീരിയൽ വർക്കിൻ്റെ ആൾക്കാർ വരാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പണി കിട്ടി കറണ്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഒരു ദിവസം നീണ്ടുപോയത്. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇൻറ്റീരിയൽ വർക്ക് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ
നമ്മൾ 8ാമത്തെ ദിവസമായിരുന്നു ഇവിടെ കാർ പോർച്ചിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവിടെയും വൈറ്റ് തന്നെയാണ് കേട്ടോ. മീൻസ് വാളിൽ മൊത്തം വൈറ്റാണ്. ബോർഡറിലടിച്ച പെയിൻറ്റിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇന്നായിരുന്നു പൂജാമുറി അടിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴത്തെ പൂജാമുറിയും റൂമും അടിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ റൂം അടിച്ചു, പിന്നെ ഇന്നിതാ പൂജാമുറിയും അടിച്ചിട്ടുണ്ട്. ഡേ 9 മെയിനായിട്ട് മുറ്റത്തുള്ള ഈ ഒരു മതിലെ പായലും പൂപ്പലും പിന്നെ മേലെ സിറ്റ് ഔട്ടിൽ ഒരു ചെറിയ ഫെൻസ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വാട്ടർ ഗണ്ണ് വെച്ച് വൃത്തിയാക്കലായിരുന്നു. പിന്നെ ഇവിടെ കൊലായിൽ ഇരുത്തിയിൽ ജസ്റ്റ് പ്രൈമർ അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കൊലായിലെ വാതിലും ഉരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 10ാമത്തെ ദിവസമായിരുന്നു ഡൈനിങ് ഹാളിലെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗത്ത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സെയിം ഗോൾഡ് കളർ തന്നെയായിരുന്നു ഹാളിൽ ഒരു ആർക്ക് പോലത്തെ സംഭവം ഉണ്ട് അവിടെ അടിച്ചത്. അതിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് ദിവസത്തെ അപ്ഡേറ്റ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോഴേക്കും രാത്രി ആയിരുന്നു. അതാണ് കേട്ടോ ലൈറ്റ് ഒന്നും ഇല്ലാത്തത്. ഇത് ബോർഡറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് റെഡ് കൊടുത്തതാണ് കേട്ടോ. 15ാമത്തെ ദിവസം ഇവിടെ കുറേ സ്വിച്ച് ബോർഡ് അയച്ച് പണിയാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈഫൈ മാറ്റി ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിലുള്ള ഒരുവിധ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പണിയുള്ളത് പുറത്താണ്. പിന്നെ അടുക്കി പെറുക്കി വെക്കാനുള്ളത് വേറെ ഉണ്ട്. പെയിൻറ്റിങ് പരിപാടി ഇപ്പോൾ ഏകദേശം മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ടച്ചിങ്ങും പരിപാടിയൊക്കെയാണ് മെയിനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ലൈറ്റ് വെക്കാനും അങ്ങനെ കുറച്ച് പരിപാടി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഫൈനൽ ലുക്കിൽ കാണാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒരാളെ വിളിച്ചിട്ട് വീട് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഫൈനൽ ലുക്ക് കാണാം. അപ്പം ബൈ.